ഹായ് ഗൈസ്, നമുക്ക് സിമ്പിളായിട്ട് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയാലോ. സിമ്പിൾ മാത്രമല്ല, ക്യൂട്ടുമാണ്. നമുക്ക് ജേർണൽ ചെയ്യാനോ അതല്ലാതെ ഗിഫ്റ്റൊക്കെ പൊതിയാനോ ഒക്കെ യൂസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഏതാ വരയ്ക്കുന്നത്? ഗ്രിഡ് പാറ്റേൺസ്. അതാണ് ഗൈസ് ഇവിടെ ഫസ്റ്റ് വരയ്ക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടൊന്നും വരയ്ക്കണമെന്നില്ല. നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ പേപ്പർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് ഇതുപോലെ ഫുള്ള് ഹാർട്ടാണ് വരച്ച് കൊടുക്കുന്നത്. പിന്നെ സ്പേസ് ഉള്ള ഭാഗത്തെല്ലാം ഇതുപോലെ കുറച്ച് കുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് ഇതുപോലെ ലൈൻസ് വരച്ച് കൊടുത്തിട്ട് ഫുള്ള് ചെറിയാണ് വരച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഈ പാറ്റേൺ പേപ്പറിന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതുപോലെ ഡയഗണൽ രീതിയിലാണ് വരച്ച് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് സ്പേസ് ഉള്ള ഭാഗത്തെല്ലാം ഇതുപോലെ ഒന്നിടവിട്ട് ഇതുപോലെ നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് ഇതുപോലെ തന്നെ ലൈൻസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് ക്യൂട്ട് ബോ ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാറ്റേൺ പേപ്പർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് ഇതേപോലെ തന്നെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൽ ഫുള്ള് വാട്ടർ മെലനാണ് ഗൈസ് വരച്ച് കൊടുക്കുന്നത്. എല്ലാവരും വരയ്ക്കുന്നുണ്ടപ്പോൾ ഞാൻ ഇത്രയും ഭംഗിയാവുമെന്ന് വിചാരിച്ചില്ല. അതുപോലെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ സ്പേസ് ഉള്ള ഭാഗത്ത് ഇതുപോലെ കുറച്ച് കുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിലത്തെ നോക്കാം. ഗ്രിഡ് പാറ്റേൺസ് ആണ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഡാർക്ക് യെല്ലോ കളർ എടുത്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ക്യൂട്ടായിട്ടുള്ള തേനീച്ചയാണ് ഗൈസ് വരച്ചത്. ഇതൊക്കെ വരയ്ക്കുമ്പോൾ ഇത്രയും ക്യൂട്ടാവുമെന്ന് വിചാരിച്ചില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിതിലേതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.